നമസ്കാരം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോണത് എങ്ങനെയാണ് നമ്മുടെ ഏറ്റവും പുതിയ ഹിമാലയൻ 450ൽ നാവിഗേഷൻ കണക്ട് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചാണ്. അപ്പോൾ നമ്മുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും കൃത്യമായ സ്വാഗതം. എൻ്റെ പേര് ഫ്രാൻസിസ് എന്നാണ്. ടാക്സ് ബൈക്സ് റോയൽ എൻഫീൽഡിൻ്റെ DP ആണ്. നമുക്ക് വീഡിയോയ്ക്ക് ഒന്ന് കടന്നാലോ? വായ. അപ്പോൾ ഇന്ന് ഇവിടെ നമ്മുടെ കൂടെ ഉള്ളത് കാമറ്റ് വൈറ്റ് എന്ന് പറഞ്ഞ റോയൽ എൻഫീൽഡിൻ്റെ ഏറ്റവും പുതിയ കളറാണ്. ഈ വണ്ടിക്ക് ഒരു പ്രത്യേകതയുണ്ട്. ബാക്കി ഏത് വണ്ടിയേക്കാളും ഒന്നും കൂടി ഭംഗിയുള്ള വണ്ടിയും അതിൻ്റെ കൂടെ ഇതിൻ്റെ ഷാസി നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ കാമറ്റ് കളർ തന്നെയായിരിക്കും ഈ ഷാസിമിലേക്ക് വരിക. നോക്കിയേ, ഷാസിയുടെ ഈ ഫ്രെയിമൊക്കെ കാമറ്റ് കളറായിരിക്കും നിങ്ങൾക്ക് കാണാൻ സാധിക്കുക. കണ്ടോ? ഈ വണ്ടിയുടെ മാത്രം പ്രത്യേകതയാണ്. പിന്നെ അതിൻ്റെ സീറ്റിലും ആ ഒരു കാമറ്റ് കളർ ഉണ്ടായിരിക്കും. അപ്പോൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നു മാത്രം. അപ്പോൾ ഇനി നമ്മൾ കാണാൻ പോണത് എങ്ങനെയാണ് നമ്മുടെ നാവിഗേഷൻ നമ്മുടെ ക്ലസ്റ്ററിലേക്ക് കൊണ്ടുവരാറുള്ളതാണ്. നമുക്കിനി നാവിഗേഷൻ കണക്ട് ചെയ്യണമെങ്കിൽ ആദ്യം നിങ്ങളുടെ സ്മാർട്ട് ഫോൺ വേണം. സ്മാർട്ട് ഫോണിൽ റോയൽ എൻഫീൽഡിൻ്റെ ആപ്ലിക്കേഷൻ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യണം. അതിപ്പോൾ ആൻഡ്രോയിഡ് ആണെന്നുണ്ടെങ്കിൽ പ്ലേ സ്റ്റോറിൽ നിന്നും, ആപ്പിളിൻ്റെ ഫോണാണെന്നുണ്ടെങ്കിൽ iStore നിന്നും ഡൗൺലോഡ് ചെയ്യുക റോയൽ എൻഫീൽഡിൻ്റെ ആപ്പ്. ആ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം അതിൻ്റെ രജിസ്ട്രേഷൻ പ്രോസസ്സ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുക. രജിസ്ട്രേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നമ്മുടെ വെഹിക്കിളിലേക്ക് ഇത് പെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ വൈഫൈ ഓണാക്കുക, അതുപോലെ തന്നെ ബ്ലൂടൂത്ത് ഓണാക്കുക. ഈ ബ്ലൂടൂത്ത് ഓണാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ വരും. പെയർ ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ജസ്റ്റ് ഡൺ അടിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മൾ റോയൽ എൻഫീൽഡിൻ്റെ ആപ്പ് ഇതിൽ നിന്ന് സെലക്ട് ചെയ്യുക. അപ്പോൾ ഇതായിരിക്കും ഇതിൻ്റെ ഒരു ഇൻ്റർഫേസ് വരിക. ഇപ്പോൾ ഇൻ്റർഫേസിൽ ഇപ്പോൾ നമുക്ക് നിൽക്കുന്നത് ഇതിൻ്റെ ഹോമിലായിരിക്കും. ഹോമിൻ്റെ അവിടെ നിന്ന് നാലാമത്തെ ആയിട്ട് നാവിഗേറ്റ് എന്ന് പറഞ്ഞൊരു ബട്ടൺ കാണും. ഈ നാവിഗേറ്റ് അമർത്തുക. നാവിഗേറ്റ് അമർത്തുമ്പോൾ ഇതായിരിക്കും ഇതിൻ്റെ ഒരു ഇൻ്റർഫേസ് വരിക. അതിൻ്റെ ഇവിടെയായിട്ട് കണക്റ്റ് എന്ന് പറഞ്ഞൊരു ബട്ടൺ കാണുന്നുണ്ടാവും. ഈ കണക്റ്റ് എന്ന് പറഞ്ഞ ബട്ടൺ നമ്മൾ പതുക്കെ പ്രസ് ചെയ്ത് കൊടുക്കുക. പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതിനുള്ള മുൻപ് ഒരു ഡിവൈസ് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇവിടെ കിടക്കുന്നത് ആഡ് എ ന്യൂ ഡിവൈസ് കൊടുക്കുക. ഇപ്പോൾ രണ്ട് കാര്യങ്ങളാണ് നിങ്ങൾ കാണുക. ഒന്ന് ട്രിപ്പർ ഡാഷ് കാണും, ട്രിപ്പർ പോഡ് എന്നുകൊണ്ടും കാണും. അപ്പോൾ നമ്മൾ ട്രിപ്പർ ഡാഷ് ആദ്യത്തെ എടുക്കുക. ആദ്യത്തെ എടുത്തു കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ഇവിടെ ഒരു സ്കാനിങ്ങിനുള്ള ഓപ്ഷനാണ് ഇവിടെ കാണിക്കുക. അപ്പോൾ ഈ സ്കാനിങ്ങിനുള്ള ഓപ്ഷൻ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ മോട്ടോർ സൈക്കിളിൽ ഇഗ്നിഷൻ ഓൺ ചെയ്യുക. ഇഗ്നിഷൻ ഓൺ ചെയ്തതിന് ശേഷം ഇതായിരിക്കും മോട്ടോർ സൈക്കിളിലുള്ള ഇൻ്റർഫേസ് വരിക. ഈ ഇൻ്റർഫേസ് വരുമ്പോൾ നമ്മൾ ആസിറ്റീസ് ഒന്നും കാണുന്നില്ല. ഇപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ ട്രിപ്പ് 1 എന്നുള്ള കാണിക്കും. ഇനി ലെഫ്റ്റിലേക്ക് ഒന്നും കൂടി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്റ്റോർഡ് വാർണിങ്സ്, ഇൻ കേസ് വണ്ടിയിൽ എന്തെങ്കിലും വാർണിങ്സ് ഉണ്ടെങ്കിൽ അത് ഇതിൽ കാണിക്കും. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ജോയ്സ്റ്റിക്ക് റൈറ്റിലേക്ക് ഒന്നും കൂടി ആക്കുക. അപ്പോൾ ഇവിടെയാണ് ശരിക്ക് ഇതിൻ്റെ സ്കാനിങ് കോഡ് വരേണ്ടത്. ബട്ട് ഇതിപ്പോൾ വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഭയക്കേണ്ട കാര്യമില്ല. ജസ്റ്റ് റൈറ്റിലേക്ക് ഒന്നും കൂടി ലോങ് പ്രസ് ചെയ്ത് പിടിക്കുക. ലോങ് പ്രസ് ചെയ്ത് പിടിക്കുമ്പോൾ ഇവിടെ നമ്മുടെ സ്കാനിങ് കോഡ് വന്നു കഴിഞ്ഞു. ഇനി നമ്മൾ ഫോൺ എടുത്തിട്ട് നമ്മുടെ ഈ കോഡ് സ്കാൻ ചെയ്യാനാണ് പോണത്. ഇപ്പോൾ ഈ ഫോൺ എടുത്തിട്ട് നമ്മൾ ഈ കോഡ് സ്കാൻ ചെയ്യുമ്പോൾ ഈ അടിയിൽ ഈ കോഡ് വരും. ഇതാ നോക്കിക്കോളൂ. ഇതാ ഈ കോഡ് നമ്മൾ സ്കാൻ ചെയ്യാണ്. ഇതേ നമ്മുടെ ഫോണിൽ ഈ കോഡ് വന്നു കഴിഞ്ഞു. അപ്പോൾ ഈ കോഡ് വന്നു കഴിഞ്ഞാൽ കണക്ട് ഡിവൈസ് എന്നുകൊണ്ട് കാണിക്കും. കണക്ട് ഡിവൈസ്. അപ്പോൾ കൺഫേം ചെയ്യട്ടെ എന്നുള്ളതാണ് ചോദിക്കുന്നത്. അത് പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ ചില സമയത്ത് 0 എന്നുള്ളത് O ആവാറുണ്ട്. അപ്പോൾ അത് നമ്മൾ 0 ആക്കി കൊടുത്താൽ മാത്രമാണ് അത് കണക്റ്റ് ആവുള്ളൂ. അപ്പോൾ കണക്റ്റ് എന്ന് പറഞ്ഞു. അപ്പോൾ കണക്റ്റിംഗ് പ്രോസസ്സാണ് നടക്കുന്നത്. അപ്പോൾ കണക്റ്റിംഗ് പ്രോസസ്സ് സക്സസ്ഫുൾ ആയി കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെ ഇതിലൊരു ഗ്രീൻ കളർ കാണും, പ്ലസ് ഈ ഒരു പോർഷനിൽ ഗ്രീൻ ആയിട്ട് കാണും. അതുപോലെ തന്നെ നമ്മുടെ വെഹിക്കിൾ ക്ലസ്റ്ററിൽ നമ്മുടെ യു ആർ കണക്റ്റഡ് ഫ്രാൻസിസ് ജോർജ് ഓട്ടോക്കാർ എന്നുള്ളത് ഇതിലെടുത്ത് കാണും. അപ്പോൾ ഇങ്ങനെ കണക്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നാവിഗേഷനിലേക്ക് പോകണം. അപ്പോൾ ഈ നാവിഗേഷനിലേക്ക് പോവുക എന്ന് പറയുമ്പോൾ നമ്മൾ റൈറ്റിലേക്ക് ജസ്റ്റ് ആക്കിയപ്പോഴാണ് നാവിഗേഷനിലേക്ക് പോയ മ്യൂസിക് ഉണ്ട്. ഇനി ഒന്നും കൂടി പോയ ഫോണിൻ്റെ ഡീറ്റെയിൽസ് വരും. അപ്പോൾ നമ്മൾ നാവിഗേഷനിൽ നിൽക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ട്രിപ്പ് അതെന്ന് വെച്ചാൽ നമ്മുടെ ഇവിടുത്തെ ഓപ്ഷൻസ് കൂടി. നേരത്തെ 3 ഓപ്ഷൻ ഉണ്ടായിരുന്നത് ഇപ്പോൾ വന്നിട്ട് 6 ഓപ്ഷനായി. ഇപ്പോൾ ഈ ഓപ്ഷനിൽ പോയി നമ്മൾ നാവിഗേറ്റിലേക്ക് ചെല്ലുകയാണ്. നാവിഗേറ്റിലേക്ക് ചെന്ന് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ മാനേജ് ഡിവൈസിൽ നമ്മൾ പിന്നിലോട്ട് പോവുക. അടുത്തതായിട്ട് നിങ്ങൾക്ക് എവിടേക്കാണോ ഡെസ്റ്റിനേഷൻ ഇടുന്നതെന്ന് വെച്ചാൽ ആ ഡെസ്റ്റിനേഷൻ നമ്മുടെ ഈ പോർഷനിൽ ഇട്ട് കൊടുക്കണം. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് കുരിയിച്ചത് നമ്മുടെ ഹെഡ് ഓഫീസിലാണ്. നമ്മുടെ ബ്രാഞ്ച് പാട്ടുരാക്കലുണ്ട്. അപ്പോൾ പാട്ടുരാക്കൽ ഡെസ്റ്റിനേഷനാണ് ഞാനിവിടെ ഇടാൻ പോണത്. അപ്പോൾ പാട്ടുരാക്കൽ എന്ന് പറഞ്ഞ ഡെസ്റ്റിനേഷനിൽ കൊടുത്തു. അപ്പോൾ ഇവിടെയും പാട്ടുരാക്കൽ വന്നു, ഇവിടെയും പാട്ടുരാക്കൽ വന്നിട്ട് ഗെറ്റ് ഡിറക്ഷൻസ് എന്ന് പറയുമ്പോൾ ഇങ്ങനെയാണ് അതിൻ്റെ ഉള്ള ഡിറക്ഷൻസ് കാണിക്കുക.
കാണിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്റ്റാർട്ട് നാവിഗേഷൻ എന്ന് പറയുമ്പോൾ നാവിഗേറ്റിംഗ് പ്രോസസ്സ് ഒരു തുടങ്ങാണ്. ഇതാ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതേ നാവിഗേഷൻ. Northeast toward High Road, Main Road, then turn left onto High Road. ഇനി നമ്മുടെ വണ്ടിയുടെ ക്ലസ്റ്ററിനകത്ത് ഇപ്പോൾ അത് ലോഡാവുകയാണ്. അപ്പോൾ ഇനി നമ്മൾ വണ്ടി ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ഇത് എങ്ങനെയാണ് ഇത് വരണേ എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽ മൊത്തമായിട്ട് നമുക്ക് നമ്മുടെ ഈ സ്ക്രീനിൽ തന്നെ കാണാൻ സാധിക്കും. അപ്പോൾ നമ്മുടെ സ്ക്രീനിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തൊക്കെയാണ് എന്നുള്ള ഡീറ്റെയിൽ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിൽ തന്നെ നമുക്കത് ജോയ്സ്റ്റിക്ക് വെച്ച് കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ എത്ര നേരം കൊണ്ട് എത്തും, എന്തൊക്കെയാണ് ഇതിനുള്ള കാണിക്കേണ്ടത് എന്നുള്ള ഡീറ്റെയിലുകളൊക്കെ ഇതിൽ നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ നമ്മുടെ റോയൽ എൻഫീൽഡിൻ്റെ 450 സീരീസിലുള്ള ഹിമാലയനിൽ നാവിഗേഷൻ കണക്ട് ചെയ്യാനുള്ള ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ പ്രോസസ്സ് ആദ്യത്തിൽ നിങ്ങൾക്ക് ടയറിംഗ് ആയിട്ട് തോന്നും, ബട്ട് ഇറ്റ്സ് ഈസി വൺസ് ഇറ്റ് ഈസ് ഡൺ. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിനെക്കുറിച്ചുള്ള ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ഒന്ന് വിളിക്കാം. നമ്മുടെ നിന്ന് വണ്ടി എടുക്കണം എന്ന് നിർബന്ധമില്ല കേട്ടോ. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മൾ വിളിച്ചോളൂ, നമ്മൾ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ. ഇറ്റ്സ് ലൈക്ക് വി ആർ ഹാപ്പി ടു ഡു ഇറ്റ്. ഇനി ഒരു കാര്യം കൂടി, ഇത് കാമറ്റ് വൈറ്റ് എന്ന് പറഞ്ഞ കളറാണ്. അപ്പോൾ ഈ കാമറ്റ് വൈറ്റിൽ ഇപ്പോൾ നമുക്ക് റീസെൻ്റ് ആയിട്ട് ഈ ഒരു കസ്റ്റമർ അപ്ഡേഷൻ ചെയ്തിട്ടുള്ള എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഹാൻഡിൽ ബാറിൻ്റെ ഒരു കവർ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഹാൻഡിൽ ബാറിൻ്റെ കവർ വരുന്നത്. ഈ ആക്സസറിയും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. ഇതുപോലെ തന്നെ റേഡിയേറ്റർ ഗ്രില്ലും കൂടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ആക്സസറി ഇങ്ങനെയാണ് ഇരിക്കുക. ജസ്റ്റ് അതിൻ്റെ ഒരു ലുക്ക് കാണിച്ചു തരാം. വളരെ സിമ്പിൾ ആൻഡ് എലഗൻ്റ് ആയിട്ടുള്ളതാണ്. ആക്ച്വലി സ്റ്റോക്ക് കണ്ടീഷനിൽ നമ്മുടെ വണ്ടി ഇങ്ങനെയാണ് ഇരിക്കുക. അതിൻ്റെ മീതെ ഒരു കവറിങ് ആണ് നമ്മൾ കൊടുക്കുന്നത്. ഈ കവറിങ് ജസ്റ്റ് ഇതിൽ വയ്ക്കുന്നു, ജസ്റ്റ് ക്ലിപ്പ് ചെയ്യുന്നു, ഇത്രയേ ഉള്ളൂ അത്. അപ്പോൾ വണ്ടിയിലെ ആ ഒരു ലുക്കിനെ ഒന്നും കൂടി അത് എൻഹാൻസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ടുള്ളൊരു പ്രോസസ്സാണ്. ഇത് അലുമിനിയം ഫിനിഷാണ്, അലുമിനിയം തന്നെയാണ്, അലുമിനിയം കളറിൽ തന്നെയാണ് വരുന്നത്. അപ്പോൾ ഇത് നമ്മുടെ റേഡിയേറ്റർക്ക് എന്തെങ്കിലും മറ്റേ ഡസ്റ്റ് ബാക്കിയുള്ള സ്റ്റോൺസ് എന്തെങ്കിലും വരികയാണെന്നുണ്ടെങ്കിൽ അത് പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള ഒരു ഗാർഡും കൂടിയാണ് കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ സ്വരം നിങ്ങൾ ജസ്റ്റ് കേൾക്കണമെങ്കിൽ ഇങ്ങനെയാണ് എൻ്റെ സ്വരം വരുന്നത്. ഇതാണ് നമ്മുടെ ഏറ്റവും പുതിയ ഹിമാലയൻ്റെ ഒരു എന്താ പറയുക മാപ്പ് കണക്ട് ചെയ്യണ ഒരു വീഡിയോ. അതിൻ്റെ കൂടെ 2-3 ആഡ് ഓൺസ് നിങ്ങൾക്ക് കാണിച്ചു തന്നതേ ഉള്ളൂ. നമ്മുടെ സ്റ്റാൻഡേർഡായിട്ട് വരുന്ന ഹിമാലയൻ 450ൽ ഈ സ്ക്രീൻ വന്നിട്ട് ചെറുതായിരിക്കും, അതായത് ഇത്ര ഹൈറ്റിലുണ്ടായിരിക്കുള്ളൂ. ഇത് നമ്മുടെ അഡ്വഞ്ചർ സ്ക്രീൻ എന്ന് പറഞ്ഞാൽ വലിയ സ്ക്രീനാണ് ഇതിനെ വെച്ചിട്ടുള്ളത്. അതായത് നമ്മുടെ വിൻ ബ്ലാസ്റ്റ് ചെയ്യുന്നത് ഒന്നും കൂടി വലുതാണ് വെച്ചിട്ടുള്ളത്. അഡ്വഞ്ചർ സ്ക്രീൻ എന്നാണ് ഇതിൻ്റെ പേര് വരുന്നത്. അപ്പോൾ ഈ വണ്ടിയിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത്തിരി ആക്സസറീസ് കയറ്റിയിട്ടുണ്ട്. ഒന്ന് അഡ്വഞ്ചർ സ്ക്രീൻ, പിന്നെ നമ്മുടെ ഹാൻഡ് പാഡ്, റാലി ഹാൻഡ് പാഡ് വെച്ചിട്ടുണ്ട്, പിന്നെ റേഡിയേറ്റർ ഗ്രില്ല് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരുവിധം എല്ലാ ആക്സസറീസും 450യുടെ നമ്മുടെ ഒരു സ്റ്റോക്ക് ഉണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മൾ നേരിട്ട് വിളിക്കാവുന്നതാണ്. ഒരു കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഇതുപോലത്തെ ആക്സസറീസ് നമ്മൾ വണ്ടി എടുക്കുമ്പോൾ തന്നെ നിങ്ങൾ ഇതിൽ ആഡ് ചെയ്യാന്നുണ്ടെങ്കിൽ ഈ ആക്സസറീസൊക്കെ നമുക്ക് ഇൻഷുറൻസിൽ ആഡ് ചെയ്യാൻ പറ്റും. നിസ്സാരമായിട്ടുള്ള എമൗണ്ട് മാത്രമാണ് ഇതിന് ഒരു അഡീഷനായിട്ട് വരുന്നുള്ളൂ. അതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ ഓൺ ആൻ ഇവൻറ്റ് ഓഫ് ആൻ ആക്സിഡൻറ്റ് ഉണ്ടാവാതിരിക്കട്ടെ, ഇതെല്ലാം ഇൻഷുറൻസിൽ കവേർഡായിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വണ്ടി മാത്രമായിരിക്കും ഇതിൽ കവർ ചെയ്തിട്ടുണ്ടാവുക. ഈ വീഡിയോയിൽ ഒരു കാര്യം കൂടി നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ്. വണ്ടി എടുക്കുമ്പോൾ വണ്ടിയുടെ ഓണർക്ക് മാത്രമാണ് ഇൻഷുറൻസ് ഉള്ളത്. ഓണർക്ക്, വണ്ടിയുടെ RC ഓണർക്ക് മാത്രമാണ് ഇൻഷുറൻസ് ഉള്ളത്. നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, ഈ പിന്നിലിരിക്കുന്ന ആൾക്ക് നിങ്ങൾ പേഴ്സണൽ ആക്സിഡൻറ്റ് കവർ എന്ന് പറഞ്ഞൊരു ഇൻഷുറൻസ് എടുക്കാൻ ശ്രദ്ധിക്കണം. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, ഒരച്ഛൻ മകന് വണ്ടി വാങ്ങിക്കൊടുക്കാമെന്ന് വിചാരിക്കുക. ഈ മകന് ഇൻഷുറൻസ് എന്ന് പറയുന്നത് എതിർവശത്ത് നിന്ന് വരുന്ന വാഹനത്തിൻ്റെ തേർഡ് പാർട്ടി ഇൻഷുറൻസ് മാത്രമേ ഉണ്ടാവുള്ളൂ. RC ഓണർക്ക് ഇൻഷുറൻസ് ഉണ്ടാവുള്ളൂ എന്ന് പറയുമ്പോൾ ആ തേർഡ് പാർട്ടി ഇൻഷുറൻസിൽ മാത്രമാണ് എന്തെങ്കിലും അപകടം പറ്റിക്കഴിഞ്ഞാൽ ആ മകന് ഇൻഷുറൻസ് കിട്ടുള്ളൂ. അപ്പോൾ എപ്പോഴും ഈ ഒരു കാര്യം നിങ്ങൾ എടുത്ത് ശ്രദ്ധിക്കണം. ഇനി നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും നിങ്ങൾ വണ്ടികൾ കൊടുക്കാറുണ്ട്, എപ്പോഴും ഒരു കാര്യം നിങ്ങൾ എടുത്ത് ശ്രദ്ധിക്കുക. വണ്ടി എടുക്കുമ്പോൾ ഇൻഷുറൻസ് PA കവർ എടുക്കാൻ മനസ്സിൽ ഒന്ന് ഓർത്ത് വയ്ക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇൻഷുറൻസിൻ്റെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണാൻ നമ്പറിൽ വിളിക്കാം. നമ്മുടേത് വണ്ടി എടുക്കാൻ നിർബന്ധമില്ല. നിങ്ങളുടെ എന്ത് സംശയവും നമ്മൾ ക്ലിയർ ചെയ്ത് തരാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. വി ആർ ഹാപ്പി ടു ഡു ഇറ്റ്. ഇനി ഇൻഷുറൻസ് മാത്രമല്ല, ആക്സസറീസിൻ്റെ ഡീറ്റെയിൽ അറിയുന്നുണ്ടെങ്കിൽ നമുക്ക് താഴെ കാണാൻ നമ്പറിൽ വിളിക്കാം. ഇനി റോയൽ എൻഫീൽഡിൻ്റെ ഏത് വണ്ടി ആയിക്കോട്ടെ, കേരളത്തിൽ എവിടെയാണെന്നുണ്ടെങ്കിലും നമ്മൾ ഡെലിവറി ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എവിടെയെങ്കിലും കിട്ടാതിരിക്കുകയാണെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ജസ്റ്റ് ഒന്ന് വിളിച്ചു കഴിഞ്ഞാൽ
എവിടെയുണ്ടെങ്കിലും നമുക്കത് നിങ്ങൾക്ക് എത്തിച്ചേരാൻ സാധിക്കും. അപ്പോൾ ഇനി നിങ്ങളുടെ ഫ്രണ്ട്സിന് ആർക്കെങ്കിലും ഇതിലൊരു ഡൗട്ട് ഉണ്ടെന്ന് വെച്ചാൽ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലത്തെ ഒരുപാട് ഇൻഫോർമേറ്റീവ് വീഡിയോസ് നമ്മുടെ കയ്യിൽ വരുന്നുണ്ട്. അപ്പോൾ ആ വീഡിയോസ് നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, നിസ്സാരമായിട്ടുള്ള കാര്യമുള്ളൂ, നമ്മുടെ മുകളിലുള്ള ആ ബെൽ ബട്ടണില്ലേ അത് പതുക്കെ അമർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ പുതുതായിട്ട് വരുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഏറ്റവും ആദ്യം കാണാൻ സാധിക്കും. നിങ്ങൾ ഒരുപാട് വീഡിയോസ് കാണുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഇതുപോലത്തെ വീഡിയോസ് ചെയ്യാനുള്ള വലിയൊരു പ്രചോദനമാണ്. അത് നിങ്ങൾ കണ്ടിന്യൂ ചെയ്യണമെന്ന് നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യാണ്. എൻ്റെ പേര് ഫ്രാൻസിസ് എന്നാണ്. ടാക്സ് ബൈക്സ് റോയൽ എൻഫീൽഡ് DP ആണ്. അടുത്തൊരു വീഡിയോ കാണുന്നവരെ സ്റ്റേ ട്യൂൺഡ്, സ്റ്റേ അമേസിംഗ് ആൻഡ് സ്റ്റേ ഇൻ ലവ്.